ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൈറ്റ് മാപ്പാണ്. എന്താണ് സൈറ്റ് മാപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഓൺ പേജിനെ കുറിച്ച് പറഞ്ഞു, ഹെഡർ ടാഗ്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പേജ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, പേജ് സ്പീഡിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. വൺസ് ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട കാര്യം എന്താ, ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ക്രോൾ ചെയ്യണം, ഇൻഡെക്സ് ചെയ്യണം, അതുപോലെ തന്നെ റാങ്ക് ചെയ്യണം. ഇതിനാണ് നമ്മൾ ഗൂഗിളിൽ ഇതെല്ലാം ചെയ്തു വെക്കുന്നത്, ഈ നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈറ്റ് മാപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സൈറ്റ് മാപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ നമ്മൾ ഗൂഗിളിന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് പേജ് ഉണ്ടാവും. അപ്പോൾ എത്ര പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ പേജ് ക്രോൾ ചെയ്യണം, അതുപോലെ തന്നെ എത്ര ബ്ലോഗ്സ് ഉണ്ട്, ഇതിനെല്ലാം ഒരു ടോട്ടൽ കൗണ്ട് ഒരു മാപ്പാക്കിയിട്ട് ഗൂഗിളിന് കൊടുക്കുക. അതിനെയാണ് സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു മോൾ എടുക്കാം, എന്ന് വെച്ചാൽ ഒരു ലുലു മോൾ എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു മാപ്പ് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ മോളിൽ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടോട്ടൽ ഓവർവ്യൂ അവർ തന്നിട്ടുണ്ടാവും. അത് ത്രൂ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താ, നമുക്കൊന്നുകൂടെ സിമ്പിളായി, നമുക്കിപ്പോൾ ട്രെൻഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്തിൻ്റെ ഷോപ്പാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫുഡ് കോർട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവിടെ ഉണ്ട്, ഏറ്റവും മുകളിലാണ് ഫുഡ് കോർട്ടുള്ളത്. അതെല്ലാം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്, ഈ ഒരു മാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആവുന്നില്ല. അതല്ല ഈ മാപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് എല്ലായിടത്തും തിരഞ്ഞു നോക്കണം. ഓക്കെ, നമുക്കവിടെ നമ്മുടെ എഫേർട്ടും നമ്മുടെ ടൈമും അവിടെ എടുത്തിട്ട് നമുക്ക് വേണ്ട നമ്മൾ തന്നെ കംപ്ലീറ്റ്ലി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഗൂഗിളിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്ന് വരുമ്പോൾ നമ്മളൊരു സൈറ്റ് മാപ്പ് അങ്ങ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ മനസ്സിലായി നമ്മുടെ വെബ്സൈറ്റിൽ എത്ര പേജ് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം ഗൂഗിളിൽ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഒന്നുകൂടെ ആ ക്രോൾ ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ് ഒന്നുകൂടെ സ്പീഡാക്കും. അത് ത്രൂ നമുക്ക് പെട്ടെന്ന് ക്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻഡെക്സ് ചെയ്യാനും നമുക്ക് റാങ്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കിട്ടുന്നത് എന്താ, ഈ ഒരു സൈറ്റ് മാപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ വക എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ സൈറ്റ് മാപ്പ് എവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സെർച്ച് കൺസോളിലാണ്. നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിനെ കുറിച്ച് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം.